ജീവനുള്ള നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പാലക്കാടൻ സ്റ്റൈലിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ആദ്യമായിട്ട് നമുക്കിതിനൊന്ന് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷാക്കി ഒന്ന് എടുക്കാം. നല്ലപോലെ നമ്മളിതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പല സൈസിലുള്ള മീനുകളുണ്ട് കേട്ടോ. കല്ലമ്പോട്ട, പരൽ, ആരൽ, അങ്ങനെ കുറേ അധികം വെറൈറ്റി മീനുകൾ ഇതിൽ ഉണ്ട്. ഇതിൽ 1 കിലോ മീൻ നമ്മൾ എടുത്തിട്ടുള്ളൂ. വറ്റിക്കാൻ പാകത്തിന് മാത്രമായിട്ടുള്ള മീനുകൾ, ചെറിയ ചെറിയ മീനുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കറി പാചകം ചെയ്യാനായിട്ട് അധികം ചേരുവകളൊന്നും വേണ്ട കേട്ടോ. നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് വെക്കുന്നത്. നല്ല പാലക്കാടൻ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു മീൻ കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. കുറച്ച് ഇഞ്ചി, 300 ഗ്രാം ചുവന്നുള്ളി, ചെറിയുള്ളി. നമ്മൾക്കിതിന് നല്ലപോലെ അമ്മയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നല്ലപോലെ ചതച്ചെടുക്കാം ഒരു അമ്മയിലിട്ടിട്ടേ. ഈ അമ്മയിലിട്ടിട്ട് ചതയ്ക്കുന്നതിൻ്റെ ഒരു ഗുണം വേറെ കേട്ടോ. നമ്മൾ ഈ ഒരു പാലക്കാടൻ സ്റ്റൈലിൽ വെക്കുമ്പോൾ ഈ അമ്മക്കല്ലിലിട്ടിട്ടൊന്ന് നല്ലപോലെ ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഇഞ്ചിയും അതേപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അമ്മക്കല്ലിട്ടിട്ട് തന്നെയാണ് ചതയ്ക്കണം കേട്ടോ. അതും ഒരു പാകത്തിനൊന്ന് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി ചതച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കല്ലുപ്പാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോണത്. ഒരു 3 ടീസ്പൂൺ കല്ലുപ്പ് നമ്മളതിൽ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ കറി വെക്കാനായിട്ടേ ഇത്ര ഐറ്റംസ് മതി കേട്ടോ. വേറെ ഒരു ഐറ്റം കൂടി ചേർത്തുന്നുണ്ട്. അത് ആ കറി ആകുന്ന ആ സമയത്ത് നമുക്കതെന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചുമന്നുള്ളി ഒന്ന് ആഡ് ചെയ്യാം. ചുമന്നുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ചതച്ച് വെച്ച ഇഞ്ചി നമ്മൾക്കിതിലൊന്ന് ആഡ് ചെയ്യാം. അഞ്ച് ടീസ്പൂൺ മുളക് പൊടി അത് നമ്മൾക്കിതിൽ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും നമ്മൾക്കിതിൽ ആഡ് ചെയ്യാം.
കല്ലുപ്പാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോണത്. ആവശ്യാനുസരണം ഉപ്പ് നമുക്ക് അതിൽ ആഡ് ചെയ്യാം. 3/4 ലിറ്റർ വെള്ളം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കാം. നമുക്ക് ആ ഉപ്പൊക്കെ ഒന്ന് അലിയട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വെക്കാം. വിറകടുപ്പിലാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. അപ്പോൾ വിറക് നമ്മൾ കൂട്ടി അടുപ്പ് കത്തിച്ചു. ഇനി നമുക്ക് ഈ കറിപ്പാത്രം ഒന്ന് ഈ അടുപ്പിലൊന്ന് വെക്കാം. കറിപ്പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവട്ടെ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാചക രീതിയാണത്. എൻ്റെ മുത്തശ്ശി ഈ രീതിയിലേക്കാണ് ഞങ്ങൾക്ക് കറി വെച്ച് തരിക പണ്ട്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എൻ്റെ മുത്തശ്ശിയൊക്കെ വെച്ച് തന്നിരിക്കുന്ന ആ കറികളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിന്നൊരു കറി ഇവിടെ വെക്കാൻ പോകുന്നത്. നമുക്കൊന്ന് മൂടി വെക്കാം. നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അടുപ്പ് ഒരുപാട് കത്താതെ ശ്രദ്ധിക്കണം. ഒരു മീഡിയം രീതിയിൽ അടുപ്പ് കത്തിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കവിടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ നമുക്കതിലൊന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മീൻ നമുക്കതിൽ കുറച്ചായിട്ട് ആഡ് ചെയ്യാം. മീനിത് അധികം ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അധികം ഇളക്കാതെ ശ്രദ്ധിക്കണം. നമ്മൾക്കതൊന്നും കൂടി അടച്ചു വയ്ക്കാം. ഒന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് വെന്താൽ മതിയാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ തുറന്നു. അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട്. ഉപ്പ് കമ്മിയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉപ്പ് എരിവൊക്കെ കമ്മി ഒരു ശകലം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ചേരുവ ഇട്ടതെല്ലാം കറക്റ്റായിട്ടുണ്ട്. കൊപ്ര മില്ലിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണത്. നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ എണ്ണയാണ് നമ്മൾ ഈ കറിയിൽ ആഡ് ചെയ്യാൻ പോണത്. ഏറ്റവും അവസാനം, അതായത് കറിയെല്ലാം വെന്ത ശേഷം നമ്മൾ ഇതിലൊന്ന് വെളിച്ചെണ്ണയൊന്ന് മേലെക്കൂടെ ഒന്ന് എല്ലാവടെയും ഒന്ന് ആക്കിയ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച ശേഷം നമുക്ക് ഇന്ന് അടുപ്പിൽ നിന്ന് ഇറക്കിയ ശേഷം ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് വ്യത്യസ്തമായ വീഡിയോകളുമായി ഇനി നമ്മൾക്ക് കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൾ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.